സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ശനിയാഴ്ച ആദ്യത്തെ IPL മാച്ച് തന്നെ ഒരു ചരിത്ര മാച്ചായി മാറിയിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരം ഒരു ചരിത്ര മത്സരമായി മാറിയിരിക്കുകയാണ്. 264 റൺസിന്റെ ഒരു റെക്കോർഡ് ടോട്ടലാണ് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിന് വെച്ചത്. പക്ഷേ അതൊക്കെ എന്ത് എന്നുള്ള നിലയിലാണ് പഞ്ചാബ് കിങ്സ് 7 ബോൾ ബാക്കി നിൽക്കെ ചേസ് ചെയ്തത്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി KL രാഹുൽ 67 പന്തിൽ 152 റൺസ് എന്ന മികച്ച സ്കോർ, ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ സ്കോർ എടുത്തപ്പോൾ 16 ഫോറും 9 സിക്സറുകളുമാണ് പിറന്നത്. 226.9 സ്ട്രൈക്ക് റേറ്റിൽ. പക്ഷെ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല എന്ന രീതിയിലാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് കളിച്ചത്. അതെ, ഐ റിപ്പീറ്റ്, ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ്. ശ്രേയസ് അയ്യർ ഇജാതി ബാറ്റർ, ഇജാതി ക്യാപ്റ്റൻ, ഒരു രക്ഷയുമില്ല. ശ്രേയസ് അയ്യർ ഉണ്ടെങ്കിൽ ഏത് കളിയും പുഷ്പം പോലെ ജയിക്കാം. BCCIയോടാണ് പറയുന്നത്, ഇനിയും ശ്രേയസ് അയ്യരെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ വലിയ 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 നഷ്ടമായിരിക്കും. കാരണം ഗില്ലിനേക്കാളൊക്കെ 1000 മടങ്ങ് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ IPL ചരിത്രത്തിലെ മഹേന്ദ്ര സിംഗ് ധോണിയല്ല, രോഹിത് ശർമ്മയല്ല, ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ്. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ പോരാ, തികച്ചും അണ്ടർ റേറ്റഡ്. ശ്രേയസ് അയ്യറിന്റെ ചുമലിലേറിക്കൊണ്ടാണ് ഇത്രയും വലിയൊരു ചരിത്ര ടോട്ടൽ, ഒരു ചരിത്ര ചേസിങ്ങിലൂടെ പഞ്ചാബ് കിങ്സ് ചേസ് ചെയ്തെടുത്തത്. ആര്യ എന്ന ബാറ്റർ 43 റൺസ് 17 പന്തിൽ നൽകിയപ്പോൾ പ്രഭുസ്മ്രാൻ സിംഗ് 76 റൺസ് എടുത്തു 26 ബോളിൽ. അത് കഴിഞ്ഞ് കൊണോൺലി 17 റൺസ് എടുത്ത് പുറത്തായി. പക്ഷേ ശ്രേയസ് അയ്യരും ശശാങ്ക് സിംഗും ചേർന്ന് ഒരു നിപ്പ് നിന്നു. പ്രത്യേകിച്ച് ശ്രേയസ് അയ്യർ 71 റൺസ് 36 ബോളിൽ, 7 സിക്സറുകളും 3 ഫോർ, 197.2 ശരാശരിയിൽ. ഒരു ഗംഭീര മാച്ച് എന്ന് തന്നെ പറയാം. കണ്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഹൈലൈറ്റ്സ് എങ്കിലും കാണണം. അത്രത്തോളം മനോഹരമായ ഒരു മാച്ച്, ഒരു ചരിത്ര റെക്കോർഡ് ചേസിംഗ് ആണ് ഇപ്പോൾ IPL നടന്നിരിക്കുന്നത്. പ്രീതി സിന്റെയൊക്കെ വാനോളം 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 ഉയർന്നിരിക്കുകയാണ്. അവരുടെ ഒരു ഹാപ്പിനെസിന്റെ ലെവലാണ് ഞാൻ ഈ പറയുന്നത്. വാനോളം ഉയർന്നു. എവറസ്റ്റ് കൊടുമുടി, ഹിമാലയൻ കൊടുമുടിയുടെ അത്ര സന്തോഷം പ്രീതി സിന്റയ്ക്ക് ഉണ്ട്. കാരണം എത്രയോ വർഷമായി പഞ്ചാബ് കിങ്സ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിലോ ഇന്റർവ്യൂവിലോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഇഷ്ട ടീം പഞ്ചാബ് കിങ്സ് ആണ്. ഫാൻസ് വളരെ സ്ലീപ്പർ സെൽ ഫാൻസ് ആണ് പഞ്ചാബ് കിങ്സിന്, പക്ഷെ ക്വാളിറ്റി ഫാൻസ് ആണ് പഞ്ചാബ് കിങ്സിനുള്ളത്. പഞ്ചാബ് കിങ്സിന്റെ ഫാൻ ആണോ ഇത് കേൾക്കുന്നവരെന്നറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായിരിക്കുകയാണ്. കാരണം ഈ IPL ഏറ്റവും മികച്ച ടീം ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് ആണ്. ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് ആണ്. ശ്രേയസ് അയ്യർ എന്ന ആ ഒരു ക്യാപ്റ്റനെ ഇന്ത്യ ഉറപ്പായും പരീക്ഷിച്ചിരിക്കണം. ചിലപ്പോൾ ഈ വേൾഡ് കപ്പിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വരുന്ന 50 ഓവർ ഏകദിന വേൾഡ് കപ്പിൽ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഇറങ്ങണം. എങ്കിൽ കപ്പ് നിശ്ചയം. കാരണം അത്രത്തോളം മികച്ച പേഷ്യൻസ് ഉള്ള കളി, എങ്ങനെ പോകണം, ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ വൃത്തിയായി മനസ്സിലാക്കുന്ന മികച്ച ധാരണയുള്ള ഒരു പ്ലെയർ. ആ പ്ലെയറിന്റെ കീഴിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇന്ത്യ ഉറപ്പായും കപ്പടിക്കും. ഏതൊരു എതിരാളിയും അടിച്ചിടും. കണ്ടില്ലേ, 20 ഓവറിൽ 264 റൺസ് ചേസ് ചെയ്തു. 18.5 ഓവർ, 7 ബോൾ ബാക്കിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. KL രാഹുലിന്റെ 152 റൺസ് ഇപ്പോൾ പരാമർശിക്കപ്പെടാതെ പോകും എന്നുള്ളൊരു അവസ്ഥയാണ്. പരാമർശിക്കപ്പെടാതെ പോകില്ല, കാരണം അതൊരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു. പക്ഷെ ഒരു വിജയം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ ഇന്നിങ്സ് ഒരു വലിയ വലിയ രീതിയിൽ പരാമർശിക്കപ്പെട്ടേനെ. എന്നിരുന്നാൽ കൂടിയും 67 പന്തിൽ 152 റൺസ്, അതൊരു നിസ്സാര കളിയല്ല കളിച്ചത്. 16 ഫോറാണ്. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഒരു കളിയിൽ ഫോർ അടിച്ചിരിക്കുന്നത് ഇപ്പോൾ KL രാഹുലാണ്. അതും 226.9 ശരാശരിയിൽ KL രാഹുൽ കളിച്ചപ്പോൾ വളരെ മിന്നുന്ന പ്രകടനം. ആ ഒരു സ്റ്റൈൽ ഓഫ് ഷോട്ട്സും എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഞ്ചാബ് കിങ്സ് ജയിക്കാൻ കാരണമായത് കരുൺ നായർ കൂടിയാണ്. മലയാളിയായ കരുൺ നായർ ഒരു നല്ലൊരു ക്യാച്ച് എടുത്തെങ്കിലും പിന്നെ കരുൺ നായർ 2 നിർണായക ക്യാച്ച് ശ്രേയസ് അയ്യർ ഡ്രോപ്പ് ചെയ്തു. ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സഞ്ജു സാംസന്റെ കാര്യത്തിൽ തന്നെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ പിന്നെ ടീമിനെ വിജയിപ്പിച്ചിട്ട് സഞ്ജു
ഇറങ്ങുള്ളൂ. ആ രീതിയിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് ശ്രേയസ് അയ്യരുടെയൊക്കെ ക്യാച്ച് 2 പ്രാവശ്യം ഡ്രോപ്പ് ചെയ്താൽ പിന്നെ പറയണം. അതിൻ്റെ ഒരു വിഷമം കരുൺ നായർക്ക് ത്രൂ ഔട്ട് ആ ഗെയിമിലുണ്ടായിരുന്നു. താൻ കാരണമാണല്ലോ ഈ ടീം ഇപ്പോൾ തോൽക്കാൻ പോകുന്നത്. KL രാഹുലിന്റെ സെഞ്ചുറി അടക്കം ഇത്രയും വലിയൊരു ടോട്ടൽ അടക്കം ഉണ്ടായിട്ടും താൻ കാരണമാണല്ലോ ടീം തോൽക്കാൻ പോകുന്നത് എന്നൊരു കുറ്റബോധം കരുൺ നായറിന്റെ, മലയാളിയായ കരുൺ നായറിന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ക്യാമറാമാൻ ആണെങ്കിൽ ടീം ജയിക്കാൻ പോകുമ്പോഴും ശ്രേയസ് അയ്യർ 4 അടിക്കുമ്പോഴും ഒക്കെ കരുൺ നായറിന്റെ ഒരു ക്ലോസപ്പ് കാണിക്കുകയായിരുന്നു. അപ്പോൾ വലിയ വിഷമം തന്നെ കരുൺ നായർ ഉണ്ടാക്കിയ ഒരു നൈറ്റ് മെയർ മാച്ചാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ശ്രേയസ് അയ്യർ ഉണ്ടെങ്കിൽ ഏത് വലിയ സ്കോറും ഏത് വലിയ ടീമിനെയും അടിച്ചിടും. അത് ഒരു സംശയവും വേണ്ട. പ്രീതിസിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഈ IPL പഞ്ചാബ് കിങ്സിന് ഉള്ളതാണ് എന്ന് തോന്നുന്നു. ഈ IPL പഞ്ചാബ് കിങ്സ് തൂക്കിയാലും ഒരത്ഭുതവുമില്ല. ട്രൂലി ഡിസർവിങ്. അവർ ഉറപ്പായിട്ടും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ടീമുകളാണ് ഇനി മത്സരിക്കുന്നത്. അപ്പോൾ ശ്രേയസ് അയ്യർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കരുൺ നായരുടെ കാര്യത്തിൽ ദുഃഖമുണ്ട്. പക്ഷെ കരുൺ നായർക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ. ഒന്നാമതേ ടീമിൽ കറക്റ്റായിട്ട് കളിപ്പിക്കുന്നില്ല. കളിപ്പിക്കുന്ന കളികളിൽ ഫീൽഡിങ്ങിലും മറ്റും ഇത്തരത്തിൽ പിഴവുകൾ കാണിക്കുമ്പോൾ ഇനി ടീമിലെ സ്ഥാനവും പ്രതിസന്ധിയിലാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ, അവസരങ്ങളിലൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ. സഞ്ജു സാംസണെയും ഒരുപാട് നാൾ തഴഞ്ഞിട്ടൊക്കെയാണ് പിന്നെ സഞ്ജു ഇപ്പോൾ ഒരു സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുന്നത്. കരുൺ നായർക്കും അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് കളി കണ്ടവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ കണ്ടത് ചരിത്ര മാച്ചാണ്. IPL ചരിത്രം മാത്രമല്ല, T20 ലോകത്തെ ഏറ്റവും വലിയ ചേസിംഗ് കൂടിയാണ് നിങ്ങൾ കണ്ടത്. 264 റൺസ്, 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെടുത്ത 264 റൺസ് നമ്മുടെ പഞ്ചാബ് കിങ്സ് നിസ്സാരമായി 4 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 7 ബോൾ ബാക്കി നിൽക്കെ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ കളി കണ്ടോ? എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ വാലിഡ് ആണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.